തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല നമ്മളെ. നമ്മൾ ഏറ്റവും കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ ഒന്ന് അന്വേഷിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. നമ്മൾ ചില സമയത്തുണ്ട് പരീക്ഷിക്കപ്പെടാൻ. എല്ലാ ഭാഗത്തുനിന്നും നമ്മൾ ചിലപ്പോ ഒറ്റപ്പെട്ട പോലെ ഇപ്പോ വേദനിക്കപ്പെടും. പല നാശനഷ്ടങ്ങൾ ഉണ്ടാവും. ഈവൻ വീട്ടിലുള്ള മെഷീനറീസ് പോലും ഒന്നൊന്നായിട്ട് വെടുക്കായിക്കൊണ്ടിരിക്കും. എല്ലാ പ്രശ്നങ്ങളും ഒരേ സമയത്ത് വന്ന ആരോഗ്യ പ്രശ്നങ്ങള്, വേറെന്തെങ്കിലും പ്രശ്നങ്ങള്, അങ്ങനെ ഓരോന്നും എല്ലാം ഒറ്റയടിക്ക് നമുക്ക് പ്രോബ്ലംസ് വന്ന ഒരു സമയം നമ്മളെ ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് അവരെ ശരിക്കും പടച്ചോൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു അറിയോ? മോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും മോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ആ മനസ്സ്, ആ ഇന്നസെൻസ്, ആ അവസ്ഥയില് നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ ശരിയാവില്ല. യു ഹാവ് ടു മോൾഡ്, യു ഹാവ് ടു കം ഔട്ട് ഓഫ് ഇറ്റ് സോ ദാറ്റ് എ ഫ്യൂച്ചർ ഈസ് വെയിറ്റിംഗ് ഫോർ യു. ആർ യു ഓൾ വിത്ത് മീ? ചില സമയത്ത് നമ്മൾ പതറിപ്പോവാനും ചില സമയത്ത് നമ്മൾ ഡിപ്രഷനിൽ അടിച്ചു പോവാനും ആ ഒരു സാഹചര്യത്തെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് ഇപ്പൊ റബ്ബ് എന്നെ ഇത്രയോ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആരാധിക്കുന്ന സൃഷ്ടാവ് എന്നെ ഇത്രയോ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ എനിക്ക് ഫ്യൂച്ചറിൽ എന്തോ നല്ലത് വെച്ചിട്ടുണ്ട്. അവൻ എന്നെ ഒരു ക്ലേ പോലെ എന്നെ മൗൾഡ് ചെയ്ത് ഇത്താന്റെ നല്ല മോട്ടിവേഷൻ ആട്ടോ. ശരിക്കും ഒരു പെണ്ണായി ജീവിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷം എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കല്യാണപ്രായത്തിലെത്തിക്കഴിഞ്ഞ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആരാണോ ഇണയായിട്ട് വരുന്നത് ആ ഭർത്താവിനനുസരിച്ച്, ആ ഭർത്താവിനെ ബഹുമാനിച്ച് അവൻ തരുന്നത് ഭക്ഷിച്ചിട്ട് ജീവിക്കുന്നതാണെങ്കിൽ ആ ഒരു കുടുംബത്തിൽ കിട്ടുന്ന സമാധാനവും സന്തോഷവും നിങ്ങൾ പുറത്തു പോയി ഇനി എത്ര പൈസ ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് കിട്ടൂല. പടച്ച റബ്ബ്, നമ്മളെയൊക്കെ സൃഷ്ടിച്ച ദൈവം നമുക്കൊക്കെ താങ്ങാൻ പറ്റുന്ന പ്രയാസങ്ങൾ മാത്രമേ ഈ ലോകത്ത് തരൂ. ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക.